ഹലോ ഹലോ, ഞാനല്ല. ഹായ് ഡാർലിംഗ്. നീയോ? വാടാ. അടിച്ചു തുടങ്ങിയ? ഏയ്, ഇതിവിടെ വരുന്ന ഗസ്റ്റിനാ. അത് ശരി. ഇത് എന്റെ ഫ്രണ്ട് മുകുന്ദൻ മേനോൻ, തീപ്പൊരി ജേർണലിസ്റ്റ്, സദാചാരത്തിന്റെ പ്രവാചകൻ. വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞാടുകളെ മാസികയിലൂടെ കശാപ്പ് ചെയ്യുന്ന കഠിന ഹൃദയൻ. വെൽക്കം കുഞ്ഞാടി. നമസ്കാരം. ഇവളൊരു ദേവിയോ? ഇത് അമ്പലോ ഇങ്ങനെ തൊടാൻ? അല്ല, അത് ഞാൻ സോറി. നിന്നെ പരിചയപ്പെടുത്താനാ കൊണ്ടുവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഹോട്ടലിനകത്തേക്ക് കൊണ്ടുവരാൻ ഒരു മൽപ്പിടുത്തം തന്നെ വേണ്ടി വന്നു. ബായ് നോക്ക്, 2 മാസം. ഇതിനിടയിൽ ഇവള് ബായിയെ ഒരു പച്ച മനുഷ്യനാക്കി മാറ്റിത്തരും. കറങ്ങാൻ വരും, ചാറ്റിംഗ്, മീറ്റിംഗ്. തൽക്കാലം അത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെയൊക്കെ ചെലവ് ഞാൻ വഹിച്ചോളാം. ഇത്രയൊക്കെ അല്ലേ ഒരു യഥാർത്ഥ ഫ്രണ്ടിന് ചെയ്തു തരാൻ പറ്റൂ. അതല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പുറത്തുണ്ടാവും. ഇതങ്ങോട്ട് വന്ന് പേടിച്ചിട്ടുണ്ട്. അതല്ലടാ, ഇതറിയാമോ? ഹലോ. മുകുന്ദേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ രാഹുലിന്റെ കൂടെയാ. എവിടെയാ? രാഹുലിന്റെ കൂടെയാ. സമാധാനമായി. ദേ ഇപ്പൊ ടിവിയിൽ എന്റർടൈൻമെന്റ് ന്യൂസ് കാണിച്ചു. ഇനി എന്നും ഹോട്ടൽ മാഡ്രിഡ് പ്ലാസയിൽ ഒരു ഡയന ഫിലിപ്പിന്റെ പാട്ടും ഡാൻസും ഉണ്ടാവുമെന്ന്. ഓഹോ, അതെ. മുകുന്ദേട്ടൻ അടുത്ത ലക്കത്തിൽ തന്നെ ഇതിനെതിരെ ഒരു ലേഖനം എഴുതണോട്ടോ. പിന്നെ അവളുടെ മുമ്പിലൊന്നും ചെന്ന് ചാടാതെ സൂക്ഷിച്ചോണേ. അയ്യേ. ശരി. വൈഫായിരിക്കും. എങ്ങനെ മനസ്സിലായി? പേടിയാണ്ടപ്പോ മനസ്സിലായി. സ്വന്തമായിട്ട് ഭർത്താവില്ലാത്തോണ്ട് കുറെ ഭർത്താക്കന്മാരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നാളെ മുതൽ ഈ ഭർത്താവ് എന്റെ കസ്റ്റഡി. മൂന്നേട്ടാ, ഇതെവിടായിരുന്നു? എന്താ ഇത്രയും വൈകിയേ? അത് രാഹുലിന്റെ ഓഫീസിലായിരുന്നു അല്ലേ? അത് നന്നായി. ഇനി എന്നും ഇങ്ങനെ തന്നെ വേണം. ഒരു നല്ല ഫ്രണ്ടിന്റെ കൂടെയാണെന്ന് അറിയുമ്പോ ഇവിടെ വീട്ടിലുള്ളവർക്ക് സമാധാനം ഉണ്ടേ. ശ്രേയ എവിടെ? അവിടെ തിരിച്ചുപോയി. എന്താ മുന്തേട്ടാ? ഒന്നുമില്ല. ശ്രേയുടെ അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അങ്കിള് യാത്ര ക്യാൻസൽ ചെയ്തു. ആണോ? ഞാൻ ഭക്ഷണം എടുക്കാം. ശ്രേയ ഇല്ലാത്തതുകൊണ്ട് അവനവൻ കള്ളും കുടിച്ചു വിട്ടു. ഇതേതാ പുതിയൊരു മണം? അതിന് മുന്തേട്ടൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? നല്ല മണമല്ലേ ഇത്? എനിക്ക് മനസ്സിലായി. രാഹുൽ ഗിഫ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം അല്ലേ ഇത്? മനസ്സിലാക്കില്ലേ? ഇത് രാഹുലിന്റെ പ്രസന്റേഷനാ. മുകുന്ദേട്ടൻ ഇപ്പൊ ആകെ ഒരു മാറ്റമുണ്ട്. മുഖത്തിപ്പോ പഴയ കള്ളത്തരങ്ങളൊന്നുമില്ല. പോയി ഡ്രസ് മാറി വന്നേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്റെ കുഞ്ഞീഷ്ണ, കള്ളന്മാർക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞപ്പോഴൊന്നും കൃഷ്ണേന്ദു എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ആദ്യമായിട്ടൊരു കള്ളം പറഞ്ഞപ്പോ അയ്യാടാ. രാഹുലിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കുമോ? ശ്രേയ എവിടെയാണെന്ന് കരുതി അടിച്ച് ഫിറ്റായിട്ടാണ് ഭാവം വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അവന്റെ മുഖം മൂടി ഇന്ന് അഴിഞ്ഞു വീണത് തന്നെ. എന്റെ പ്രോഗ്രാം പെട്ടെന്ന് ക്യാൻസൽ ആക്കി. അയ്യോ, അത് നന്നായി ഡാഡി. ഗുഡ് നൈറ്റ് മോനെ. ഗുഡ് നൈറ്റ്. അയ്യോ ചളായ. മോളെ, രാഹുൽ വന്നു. മോളെ, അല്ല ചിലപ്പോ കമ്പനിക്ക് വേണ്ടിട്ടായിരിക്കും. സാരമില്ല. എന്നാലും എന്താച്ചാ?
നീ വിഷമിക്കണ്ട. എന്താ കാര്യം പറ. രാഹുൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകിൽ ഇപ്പൊ വന്നത് രാഹുൽ അല്ല, അല്ലെങ്കിൽ അച്ഛന് മദ്യത്തിന് മണം പിടിയില്ല. അല്ല മോളെ, ഞാൻ പറഞ്ഞത് സത്യാണ്. രാഹുൽ, എന്തോ ഈശ്വര, ഇവിടെ തിരിച്ചു വന്ന ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ആ ഐഡിയ കിട്ടി. രാഹുൽ, രാഹുൽ അതെ, ഞാൻ മദ്യപിച്ചു. കുറച്ചൊന്നുമല്ല, ഒരു ഫുൾ കുപ്പി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നിനക്ക് ഞാൻ ഡ്രസ് വാങ്ങി തന്നു, നിനക്ക് ഞാൻ ഓർണമെന്റ്സ് വാങ്ങി തന്നു, നിനക്ക് ഞാൻ കാർ വാങ്ങി തന്നു. ഇന്നിപ്പോ ഞാൻ മദ്യപിച്ചു. നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടി മദ്യപിച്ചു എന്നോ? അതെ, നിനക്ക് വേണ്ടി. ഇന്ന് ഓഫീസിൽ എല്ലാവർക്കും ഓവർ ടൈം വർക്ക് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നടക്കാൻ പാടില്ലാത്തത് നടന്നു. സ്റ്റാഫിൽ ഒരുത്തൻ അടിച്ച് ഫിറ്റായി ഒരു ലേഡി സ്റ്റാഫിനെ കയറി പിടിച്ച് ആകെ ബഹളമായി. ആ പെൺകുട്ടി അവന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് കയറി പിടിച്ചാണത്രേ. ഭാര്യയാണെന്ന് കരുതി. അവനെ പിരിച്ചുവിടണമെന്നും തല്ലണമെന്നും ഒക്കെ അഭിപ്രായം വന്നു. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. ഒരു ഫുൾ ബോട്ടിൽ മദ്യം വരുത്തി ഒറ്റ വലിക്ക് ഞാനത് കുടിച്ചു, വെള്ളപ്പൊന്നും ഒഴിക്കാതെ. എന്റെ ഓഫീസിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ച് നിരത്തി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുറച്ച് മദ്യം കുടിച്ചപ്പോ നിനക്ക് മറ്റൊരു സ്ത്രീയെ നിന്റെ ഭാര്യയായി തോന്നിയല്ലടാ. ഒരു ഫുൾ ബോട്ടിൽ മദ്യം കുടിച്ചാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ നിൽക്കുന്നവരാരെയും എനിക്ക് എന്റെ ഭാര്യയായി തോന്നുന്നില്ല. കാരണം എന്റെ ഭാര്യയ്ക്ക് തുല്യം എന്റെ ഭാര്യ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഒരു ബോട്ടിൽ മദ്യം കുടിച്ചിട്ടും എനിക്ക് കാഴ്ച മാറുന്നില്ല, ലഹരി കയറുന്നില്ല. കാരണം എന്റെ ലഹരി എന്റെ കുടുംബമാണ്, എന്റെ ഭാര്യയാണ്. എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ മാത്രമായിരിക്കണം ലഹരി. ദൈവമേ, ഏറ്റ് കാണുന്നേ. ഇനി പറ, ഞാൻ ചെയ്ത തെറ്റോ ശരിയോ? ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഹലോ, എന്തായടാ, ഭാര്യ കൈയോടെ പിടിച്ചോ? പന്ന റാസ്കൽ, വെക്കടാ ഫോൺ. ഭാര്യയെ തിരിച്ചറിയാത്തവനെ, കുടുംബത്തോട് സ്നേഹമില്ലാത്തവനെ, അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ട് ഇപ്പൊ സോറി പറഞ്ഞ് കരയുന്നോ? വൃത്തികെട്ടവൻ, ഇനി എന്നെ കണ്ണിന് മുമ്പിൽ കണ്ടുപോകരുത്. Get out. ഓഫീസിലെ റാസ്കല സോറി പറയാൻ വിളിച്ചാ മാപ്പ് കൊടുക്കണ്ടല്ലോ അവന്. ആ വാ മോളെ. ഇവനെന്ത് പറ്റി? ഓ, തല്ലി പൊളിക്കണ്ട, ചായം കൊണ്ട് കേറി വാ. കണ്ടോ സർ, ആദ്യം ചാടി ചാവാൻ പോയി, ഇപ്പൊ സ്വയം കുത്തിച്ചാവാൻ പോവാ. അതെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം. അത് തന്നെ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരുത്തനെയും ഈ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള 4 പേരെയാണ് സാർ അടിച്ചു കൊന്നിട്ടുള്ളത്. ആ, എന്റെ പൊന്നു സാറേ, ഈ സാധനത്തിന് പ്രാന്താ. മനഃശാസ്ത്രം പറഞ്ഞു എന്റെ പിന്നാലെ കൂടിയേക്കുവാ. അതെ, പിന്നാലെ കൂടിയേക്കാം ഒരു ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. നിനക്ക് ചത്തേ പറ്റൂ അല്ലടാ. സാറേ, ഇവിടെ ഞാൻ കൊല്ലും. കത്തി താഴറ. ഇടിക്കൂടെ പറഞ്ഞ കത്തി താഴറ. അയ്യേ, ഏതായാലും സാധനം എല്ലാം കെട്ടിപ്പെറുക്കി താൻ വേഗം സ്ഥലം വിട്. എന്റെ ലോഡ്ജിലെ താമസം മതി. മറ്റെല്ലാ ലോഡ്ജിലും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ തനിക്ക് റൂം തരരുതെന്ന്. ഒരു പകുതി പോവുക. ഒരു പെങ്കൊച്ചിനെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന്. ഓ, പ്രൊഫഷണൽ അല്ലയോ ഞാൻ സ്നേഹിച്ചിരുന്നേ. അങ്ങനെയുള്ള ഞാനാ ഒരു പെണ്ണിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുമെന്നും പറഞ്ഞു അവിടെ ഞാൻ. ചേട്ടായി, എനിക്കൊരു താമസ സൗകര്യം ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഏതെങ്കിലും ചേട്ടായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഞാൻ ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് താമസിക്കാന്ന് വെച്ചാൽ അവിടെ വരുവാ കുറിച്ച്. ഇങ്ങനെയാണ് ഞാൻ ആത്മഹത്യ. ചേട്ടായിയുടെ പേര് എഴുതി വെക്കും. നീ എഴുന്നേറ്റോ, ഇതുകൂടി കഴിക്കടാ. ഓ, 5 ചപ്പാത്തി കഴിച്ചപ്പോ തന്നെ അങ്ങ് വയറ് നിറഞ്ഞു. എനിക്ക് ഫുഡ് അല്ല ആവശ്യം, തല വെക്കാനൊരു ഇടവാ. 5:30 വേണാടിന്റെ വെക്കടാ. ഇത് കണ്ടു ചേർത്തി ഒരുമാതിരി ചൊറിയുന്ന. ആദ്യം നീ അതൊന്ന് തുടക്കേ. എന്റെ കണ്ണീര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ണീരല്ല, ഈ എച്ചില്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തോ റബ്ബർ കാട്ടിൽ നിന്നൊരു നട്ടുച്ചയ്ക്ക് ഇവിടെ വന്ന് കയറിയ നിന്റെ കഥ കേട്ട് നിനക്ക് ഞാനൊരു ജോലി തന്നു. തുടങ്ങി. ഈ വീട്ടിൽ സ്വാതന്ത്ര്യം തന്നു. ഇതിലും ഭേദം മറ്റവളാ. ബാക്കിയും കൂടി പറയട്ടാ. നോ, ഇപ്പതാ നിനക്ക് താമസിക്കാൻ ഒരു ഇടവും തരുന്നു. ആ, ഇന്നു മുതല് നിനക്ക് എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. ചേട്ടായി, ചേച്ചായി, അല്ല ചേട്ടത്തി, ചേട്ടാ, ഈ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കല്ല. നിന്റെ കടപ്പാടിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കടമയാ. നീ ഞങ്ങളുടെ അനിയനല്ലേ? എന്നാലും എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനൊരു ശബ്ദം അങ്ങോട്ട് ചെയ്യുക. ചേട്ടാ, സ്വന്തം തല. ഞാനാണ് സത്യമായിട്ടും നിങ്ങൾക്ക് എന്നാ പ്രശ്നം എപ്പ സംഭവിച്ചാലും
എന്റെ ജീവൻ കൊടുത്തിട്ടാണേലും ഞാനത് നടത്തിത്തരും മോന്തേട്ടാ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ നടക്കുന്ന ആ പെണ്ണില്ലേ അവളെ കുറിച്ച് എന്തായാലും ഒരു ലേഖനം എഴുതണം. ഒരു പെണ്ണ് ഒരുമ്പെട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ തകരുന്നത് വേറൊരു പെണ്ണിന്റെ സമാധാനം. അതെ 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 ഹലോ, ഞാൻ ഡയാന ഫിലിപ്പ്. ആരാ ഏട്ടാ ഈ ഫോൺ ബില്ല? എനിക്ക് മനസ്സിലായി, ആരാ? രാഹുൽ. കേട്ടോടാ ജോണെ, രാഹുലിനോട് കൂട്ടിയിരുന്നത് മുകുന്ദേട്ടന് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് ചിലർക്കൊന്നും പിടിക്കൂലല്ലോ. നല്ല കാര്യം ഉപദേശിച്ചു കൊടുത്തു. രാഹുലോ? ഏത് രാഹുലിനെ പറ്റി പറയുന്നത്? രാഹുല് ശ്രേയയുടെ ഭർത്താവ്. ശ്രേയ ചേച്ചി വേറെ രാഹുലിനെ കല്യാണം കഴിച്ചോ? അത് നിന്റെ മറ്റേ നീ എന്താ തമാശ പറയുന്നോടാ? പിന്നെ രാഹുല നല്ല ആളാ. അങ്ങനെ ഒഴിഞ്ഞുമാറി രക്ഷപ്പെടാനൊന്നും മുകുന്ദേട്ടനെ രാഹുൽ സമ്മതിക്കൂല. ഞാൻ കൃത്യം 12 മണിക്ക് ബിഗ് പ്ലാനറ്റ് മോളിന് മുന്നിൽ കാത്തുവെക്കും. വരണം. അല്ല ഞാന് ഇവിടെ വന്നില്ലെങ്കിൽ ഞാനങ്ങ് വീട്ടിലോട്ട് വരും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരാം. ഓ